കൂട്ടുകാരെ നമസ്കാരം, കസിംബായി ആണേ. അപ്പൊ ഇന്നത്തെ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയൊരു യാത്രയാണ്. ഒത്തിരി ദൂരത്തോട്ടൊന്നും അല്ല കേട്ടോ, ഇവിടെ അടുത്ത് തന്നെയാണ്. എന്റെ യാത്രയ്ക്ക് അത്ര വലിയ ദൂരമൊന്നും ഇപ്പൊ ഇല്ല. കാരണം ദൂരെ യാത്ര ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും തീരെ ഇല്ലാത്തതും, പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇടയ്ക്ക് പോകുന്നുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിൽ തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ആട്ടോ എന്റെ യാത്ര. കുറെ കൂട്ടുകാർ ചോദിക്കാറുണ്ട്, കാസി നിനക്ക് അവിടുത്തെ വീഡിയോ ചെയ്യത്തില്ലേ, നിനക്ക് ഇവിടുത്തെ വീഡിയോ ചെയ്യത്തില്ലേ. എല്ലാം ചെയ്യണം ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ഒന്നും നടക്കൂല എന്നുള്ളതാണ് സത്യം. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു വീഡിയോ ആണെങ്കിൽ പോലും അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നവരെ ഞാൻ എത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ ഫേസ്ബുക്കിൽ കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. യൂട്യൂബിലെ കൂട്ടുകാരാണെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ ഇതാ എന്റെ യാത്ര ഇരിക്കൂർക്കാണ്. ഇരിക്കൂർ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇരിക്കൂർ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നിലാമുറ്റം പള്ളിയിലോട്ടും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള മാമാനിക്കുന്ന് ശ്രീ ദേവീക്ഷേത്രത്തിലോട്ടാട്ടോ എന്റെ യാത്ര. അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു ഇരിക്കൂർ എത്തി. ഇതാണ് ഇരിക്കൂർ പുഴ. ചുമ്മാതെയൊന്നും അല്ല കേട്ടോ നമ്മുടെ കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. നോക്കിയേ, പച്ചപ്പിന്റെ ഭംഗി എത്ര സുന്ദരമാണല്ലേ. പച്ചപ്പും അതോടെ തന്നെ ചേർന്ന് നിൽക്കുന്ന പുഴയുടെ ഭംഗി കേരളത്തിലല്ലാണ്ട് വേറെ എവിടെ കാണാൻ പറ്റും ഇത്തരം കാഴ്ച അല്ലേ. അങ്ങനെ ആ കാഴ്ച കണ്ട് ഞാൻ കുറച്ച് മുമ്പോട്ട് നടക്കുകയാണ്. ഇവിടുത്തെ പാതകൾക്ക് പോലും പാശ്ചാത്യ രാജ്യങ്ങളുടെ സുഖമാട്ടോ കാണിക്കുന്നത്. അത്ര ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ ഇതുപോലെ ചെടികളൊക്കെ വെച്ച് അതിസുന്ദരമാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗമൊക്കെ. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വന്നത്, പക്ഷെ അതിൽ നിന്ന് ഒത്തിരി മാറ്റം വന്ന് ഡെവലപ്പായി നമ്മുടെ കേരളം മാറി മറിയുകയാണ്. നമ്മുടെ നാട്ടിൻപുറം പോലും ഇങ്ങനെ ആകുമ്പോൾ ഇനി ടൗണുകളൊക്കെ എന്തായിരിക്കും അവസ്ഥ. പണ്ടൊക്കെ ചിലപ്പോൾ ഇവിടെ വന്നു പോയ ആൾക്കാർക്കൊക്കെ ഇത് ഇരിക്കൂറാണോ, ഇത് നിലാമുറ്റം എന്ന് പറഞ്ഞ സ്ഥലമാണോ, അല്ലെങ്കിൽ ഇത് മാമാനം എന്ന സ്ഥലമാണോ എന്ന് പോലും ശങ്കിച്ച് നിൽക്കേണ്ടി വരും. നടന്നു പോയപ്പോഴാണേ നമ്മൾ ഉപ്പിലിട്ട ഐറ്റംസ് ഉള്ള ഒരു കട കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു കഷ്ണം 10 റുപ്യയുടെ പൈനാപ്പിൾ മേടിച്ച് കടിച്ചു നിന്നുകൊണ്ട് ഞാൻ വീണ്ടും നടന്നു. നട്ടുച്ച നേരം കേട്ടോ. സത്യം പറഞ്ഞാല് വിശക്കുന്നുമുണ്ട് ദാഹിക്കുന്നുമുണ്ട്. അങ്ങനെ കുറച്ചും കൂടി മുമ്പോട്ട് നടന്നപ്പോഴേ ഈ പാതയോരത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞ മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ ഒരു മരം. ഇത് നമ്മളുടെ ഇപ്പൊ ബദാം എന്ന് പറയും കേട്ടോ, ബദാം കായ് ഉണ്ടാകുന്ന ഒരു മരമാണ്. അപ്പൊ ഈ മരത്തിന് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ സൈഡിലൂടെ പിന്നെ ബാക്കിയുള്ള പണികൾ ചേർത്ത് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. സാധാരണ എവിടെയും കാണാറുണ്ടെങ്കിൽ ചെറിയൊരിതാണെങ്കിൽ പോലും മരം മുറിച്ചു മാറ്റി അവിടെ നേരെ ആയിരിക്കും അത് പാത ഒരുക്കുന്നത്. പക്ഷെ ആ മരത്തിനോടുള്ള പിന്നെ ആ ഇനി പണിക്കാരുടെ ഭാഗമായിട്ടാണോ അത് കോൺട്രാക്ട് ചെയ്തേണ്ട ആൾക്കാരുടെ ഇതാണോ അറിയില്ല, ആ സ്നേഹം ഉൾപ്പെടുത്തിക്കൊണ്ടാട്ടോ അവര് ചെയ്തേക്കുന്നത്. അങ്ങനെ വിശപ്പും ദാഹവും അടക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി ചോറ് കഴിച്ചു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ ശ്രീകണ്ഠാപുരം എന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്തേ എൻ്റെ കൂടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഞാൻ മാത്രം മുസ്ലിങ്ങളും അവരെല്ലാം ഹിന്ദുക്കളാണ്. അപ്പൊ അവര് ദിനം പ്രതി എന്നാൽ ഈ ഭാഗത്ത് കൂടെ ജോലിക്ക് പോകുമ്പോൾ ഈ അമ്പലത്തിൽ ഒന്ന് തൊഴുതിട്ടാട്ടോ പോവാറ്. ഇനിയിപ്പോൾ അഥവാ പോകാൻ പറ്റിയില്ലെങ്കിലും ഇവിടത്തേക്ക് പൈസയൊക്കെ എറിഞ്ഞ് ഇട്ട് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ഞാനും ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ അടുത്തുള്ള തൊട്ട് പൈസ ഇവിടെ ഇടും, നമ്മുടെ നിലാമുറ്റം പള്ളിയിലും ഇടും. കൂടുതലും ഈ വഴിയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാറ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകണ്ഠാപുരം എന്നുള്ള സ്ഥലത്ത് എത്തി. ആ സമയത്തൊക്കെ ഉച്ച സമയത്തൊക്കെ ചില സമയത്ത് നമുക്ക് ഭക്ഷണം ഒന്നും പകുതി ദിവസം കിട്ടാതെ വരും. കിട്ടാതെ വരുന്നതല്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരും കേട്ടോ. അപ്പൊ പലപ്പോഴും ഒരു കട്ടൻ ചായയിലോ ഒരു പന്നിലൊക്കെ ഒതുക്കിയ കുറേ ദിവസങ്ങളുണ്ട്. അപ്പൊ എന്റെ കൂട്ടുകാരെ എന്നെയും കൂട്ടിയതാ ഈ അമ്പലത്തിൽ വന്നിട്ടേ ഇവിടുന്ന് ചോറ് മേടിച്ചു കേട്ടോ തരും. ഇവിടെ ചോറിനും അതുപോലെ തന്നെ രുചിയേറെ സാമ്പാറും ഉണ്ട്. ഇന്നും വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചിട്ടുള്ളതിന്റെ ആ രുചി ഇന്നും എന്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുക കേട്ടോ. ആ ഊട്ടുപുര കുറച്ചും കൂടി വികസിച്ചിട്ട് ഒത്തിരി ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനും സംവിധാനമൊക്കെ ഇന്നിവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ അമ്പലക്കുളം. ഈ അമ്പലക്കുളം പണ്ട് ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ നിറയെ ആമ്പൽപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആമ്പലൊന്നുമില്ല, പക്ഷെ കുളം കുറെ നവീകരിച്ചിട്ടുണ്ട്. പടവുകൾക്കൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ അതിസുന്ദരമായ രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോ അതിനകത്ത് കാണാൻ കഴിഞ്ഞത് കുറെ മീനുകളെയാണ്. എന്ത് മീനാന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഒരു ചെറുമീനെ ഞാൻ കണ്ടു കേട്ടോ. പിന്നെ കറുത്ത നിറത്തിലുള്ള ഏതെല്ലോ മീനുകളുണ്ട്. പിന്നെ കുറെ ആൾക്കാർ ആ അമ്പലത്തിലോട്ട് കോൻസ്, അതായത് നേർച്ച ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സൈഡിൽ കണ്ട ഈ ഒരു മരത്തിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല കൂട്ടുകാരെ. പലയിടത്തായിട്ട് ഞാൻ ഈ ഒരു മരം കണ്ടിട്ടുണ്ട്, നിറയെ പൂക്കളായിട്ട്. അതായത് അതിന്റെ മരത്തിന്റെ
ഇലകളൊന്നും ഇല്ലാണ്ട് സൈഡിലൂടെ മുള്ളുപോലെ വന്നിട്ട് അതിനകത്തൊക്കെ വലിയ വലിയ പൂക്കളും കായും ഉണ്ടാകുന്നുണ്ട്. ആ മരത്തിന്റെ പേരറിയുന്നവര് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് പറയാൻ മറക്കല്ലേ. അങ്ങനെ ഇതാട്ടോ മാമാനിക്കുന്ന് ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഭാഗമൊക്കെ വരുന്നത്. ഇതിന്റെ ഇവിടുന്ന് പോയിട്ട് ചെറിയ കുന്ന്, മാമാനിക്കുന്ന് എന്ന് പറഞ്ഞ ചെറിയൊരു കുന്നുണ്ട്. ആ കുന്നിലോട്ട് സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് കയറി പോകുമ്പോഴാട്ടോ അവിടെ പൂജയും വഴിപാടുകളൊക്കെ ചെയ്യുന്ന സ്ഥലം. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോവില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ മതത്തിനെ നമ്മുടേതായ രീതിയിൽ ഏതെന്തെങ്കിലും ബഹുമാനിച്ചിട്ട് തന്നെ നമ്മൾ മുൻപോട്ട് പോകുന്നതല്ലേ നല്ലത്. അങ്ങനെ അവിടുത്തെ കാഴ്ച കണ്ടിട്ട് ഞാൻ നിലാമുറ്റത്തോട്ട് പോവുകയാണ്. അവിടുന്ന് ഒരു 2 അടി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നിലാമുറ്റം പള്ളിയിൽ എത്തിയിട്ടോ. അപ്പൊ ഈ റൂട്ട് എന്ന് പറയുന്നത് തളിപ്പറമ്പ് റൂട്ട് തന്നെയാണ്, മറക്കണ്ട. നമ്മുടെ സുഹൃത്തുക്കൾ വരുന്നവരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മള് നിലാമുറ്റം പള്ളിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാട്ടോ ഇവിടുത്തെ പ്രധാന കവാടം. അപ്പൊ ഈ കവാടം കടന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് മക്ബറെ കാണാൻ കഴിയുന്നത്. ആദ്യം പള്ളിയാട്ടോ. പള്ളി കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോഴാണ് മക്ബറ ഭാഗത്തോട്ടൊക്കെ പോകാൻ കഴിയുന്നത്. ഈ ഭാഗത്തോട്ട് സ്ത്രീകൾക്ക് പ്രവേശനം ഒന്നുമില്ല, സ്ത്രീകൾക്ക് പുറത്ത് നിന്ന് തന്നെ കാണാൻ കഴിയുള്ളൂ കേട്ടോ. പുരുഷന്മാർക്ക് ഇവിടെ പ്രവേശിക്കാം. ഇവിടെ വന്ന് യാസീനൊന്ന് തോർന്നിട്ടൊക്കെ പോവാട്ടോ. പേര് പോലെ തന്നെ മനസ്സിലേക്ക് നിലാവ് പെയ്തിറങ്ങുന്ന പ്രതീതിയാട്ടോ നമുക്ക് ഇവിടെ വരുമ്പം. കാര്യം വെച്ച് കഴിഞ്ഞാല് ഇവിടെ വരുമ്പോ എന്താറില്ല, മനസ്സ് വല്ലാത്തൊരു തണുപ്പാണ്. ഏകദേശം 2 ഏക്കറോളം സ്ഥലത്ത്, അതും പെരും കാടിന്റെ ഉള്ളിലാട്ടോ ഇവിടുത്തെ മക്ബറയൊക്കെ ഉള്ളത്. ഇവിടെ പറയുന്നത് ഏകദേശം ഹിജ്റ 5 മുതലുള്ള കാലപ്പഴക്കം ഉണ്ടെന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. ഈ പുഴയോട് തീരത്ത് തന്നെയാട്ടോ നമ്മുടെ ഈ മക്ബറയും ഈ പള്ളിയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കയറി അമ്പലത്തിലും പോയി തിരിച്ചാ മടങ്ങുക കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും സ്നേഹം മാത്രം. ടാറ്റാ.